വേദനകളിൽ നിന്നാണ് അക്ഷരങ്ങൾ പിറക്കുന്നതെന്ന് കേൾക്കാറുണ്ടല്ലോ. കുറേ നാളായി ഞാൻ വല്ലാണ്ട് ബ്ലോഗുകളൊന്നും ചെയ്യാറില്ലായിരുന്നു. അതിനർത്ഥം പുറം ലോകത്ത് നിന്ന് എനിക്ക് വല്ലാതെ വേദനകൾ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. പലരും എന്നെ മനസ്സിലാക്കി തുടങ്ങി. ഞാൻ ആരാണ്, എങ്ങനെയാണെന്നുള്ളതൊക്കെ പലരും മനസ്സിലാക്കിയപ്പം പലരും വേദനിപ്പിക്കലും അവസാനിപ്പിച്ചു എന്നുള്ളതാണ്. പക്ഷേ എനിക്കൊരു കാര്യം മനസ്സിലായി, ജീവിതത്തിൽ വേദനകൾ ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ കലാസൃഷ്ടികൾ ജനിക്കപ്പെടില്ല എന്നുള്ളത്. പണ്ട് ഒരു കഥ കേട്ടിട്ടുണ്ട്. ഒരു ദിവസം ഒരു പിതാവ് ഏറ്റവും ആഡംബരമായിട്ടുള്ളൊരു കാറ് വാങ്ങി. ആ കാറ് സ്വന്തം കുഞ്ഞ് ആ വാഹനത്തെക്കാൾ പിതാവ് സ്നേഹിക്കേണ്ട പിഞ്ചു കുഞ്ഞ് അവിടെ എന്തോ ഒന്ന് എഴുതി വെച്ച് കണ്ടപ്പം പിതാവ് പോയിട്ട് ആ കുട്ടിയെ നന്നായിട്ട് മർദ്ദിച്ച് അവസാനം ആ കുട്ടിയുടെ കാലൊടിഞ്ഞു. അവസാനം കാലൊടിഞ്ഞ ആശുപത്രിയിൽ നിന്നൊക്കെ പ്ലാസ്റ്ററൊക്കെ ഇട്ട് വരുമ്പം വെറുതെ ആ കുട്ടി അവിടെ എന്താണ് എഴുതി വെച്ചത് എന്നൊന്ന് നോക്കിയപ്പം അവിടെ എഴുതി വെച്ചത് ഐ ലവ് യു പപ്പ എന്നായിരുന്നു. അതുപോലത്തെ ഒരു അവസ്ഥയാണെന്ന് എനിക്ക് ജീവിതത്തിലുണ്ടായത്. കഴിഞ്ഞ ദിവസം കുറച്ച് ജൂനിയർ സ്റ്റാഫ് സിസ്റ്റർമാർ, ഞാൻ ഇതാരെയും പേരുകളൊന്നും പറയില്ല, ഇതൊരു വ്യക്തിവിദ്വേഷങ്ങളൊന്നുമല്ല. കഥയിൽ നമ്മൾ ഒരിക്കലും കാര്യമാക്കാൻ പാടില്ല. ജീവിതാനുഭവങ്ങൾ നമുക്കൊരു കഥ സമ്മാനിക്കും. ആ കഥ നമ്മൾ ഓരോ കഥാകാരൻ്റെയും ഭാവനയിലൂടെ അതിന് ചില കളർഫുള്ളാക്കിയിട്ടോ അല്ലെങ്കിൽ ചിരിയാക്കിയിട്ടോ പരിവർത്തനം ചെയ്യും. കഥകളതാണ്. നമ്മൾ കണ്ടല്ലോ, ഇപ്പോൾ കേരള സ്റ്റോറി 2 വന്നിട്ടുണ്ട്. അതിൽ ഏതോ നടന്നൊരു അനുഭവത്തെ, അത് ഊഹിച്ചെടുത്ത അനുഭവമാണോ എന്നറിയില്ല, അതിനെ വിപുലീകരിച്ചു കൊണ്ടാണ് വലിയൊരു സിനിമ രൂപപ്പെടുന്നത്. അതുപോലെ തന്നെയാണ് ജീവിതത്തിലെ അനുഭവങ്ങൾ, കഥകൾ. ഈ കഥകൾ കേൾക്കാനാണ് ആൾക്കാർക്ക് ഇഷ്ടം. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ചോദിച്ചു, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ ഹോസ്പിറ്റലിലെ അനുഭവം എന്ന് പറഞ്ഞു. അപ്പോൾ ആ സ്റ്റാഫ്, ആ ട്രെയിനീസ് എന്നോട് പറഞ്ഞു, നല്ല സ്റ്റാഫുകളാണ്, നല്ല സീനിയേഴ്സാണ്, നല്ല അടിപൊളിയാണ്, ഇവിടുത്തെ എല്ലാം അടിപൊളിയാണ്, ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ നമുക്കതൊന്ന് വീഡിയോയിലൂടെ പറയാമല്ലേ എന്ന് ചോദിച്ചു. അപ്പം ആ സ്റ്റാഫ്, ആ ട്രെയിനി അത്ര ഇതല്ലല്ലോ. അപ്പം ക്ഷീണിച്ച് ജോലി ഇതൊക്കെ കഴിഞ്ഞ് ട്രെയിനിങ് കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കണം. ഒരു കാര്യം ചെയ്യും, രാവിലെ നീ വന്നിട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ഞാൻ പോകാൻ നേരത്ത് ആ സ്റ്റാഫിനോട് നമുക്ക് ആ കാര്യം ഒന്ന് ചർച്ച ചെയ്യാം എന്ന രീതിയിൽ പറഞ്ഞു. അങ്ങനെ ആ സ്റ്റാഫ് അവിടെ റെഡിയായി നിന്ന് കുറച്ച് ഭയത്തോടെയും ആശങ്കയോടെയാണ്. കാരണം ഒരു ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ പറഞ്ഞാലും അവർ ഭയപ്പെടുന്നൊരു ഫീൽഡ് വേറെ ഉണ്ടാവുമല്ലോ, സീനിയേഴ്സ് ഉണ്ടാവും. അങ്ങനെ അവിടെ നിന്ന് എൻ്റെ സീനിയേഴ്സ് കടന്നു വന്നു. എൻ്റെ മുമ്പിൽ വെച്ച് ആ സ്റ്റാഫിനോട് പറഞ്ഞു, നീ എന്തിനാ അങ്ങനെ അവിടെ നിൽക്കല്ലേ. വെറും 1 മിനിറ്റ് വീഡിയോ ആണ്, 1-2 മിനിറ്റ്. അവരെ ദേഷ്യം പിടിച്ച സ്റ്റാഫിനെ കുറിച്ച് നല്ലത് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. അവർക്ക് നല്ല സീനിയേഴ്സാണ്, നല്ല സ്റ്റാഫുകളാണ്, അവരുദ്ദേശവും നല്ലതാണ്, ഒന്നും കുഴപ്പമില്ല, അവരുദ്ദേശിച്ചതും നല്ലതാണ്. ഓരോരുത്തർ ഡ്യൂട്ടിയിൽ തന്നെ ഡെഡിക്കേറ്റ് ചെയ്യണം, അപ്പോൾ ഇതാക്കരുത് എന്നുള്ളതാണ്. പിന്നെ ഓരോ ഹോസ്പിറ്റലിൽ ഓരോ നിയമങ്ങളാണ്, റൂൾസ് ആൻഡ് റെഗുലേഷൻസാണ്. ഓരോ വ്യക്തികൾക്കും ഓരോ നിയമങ്ങളാണ്. അപ്പം അവരെ നമ്മൾ കുറ്റപ്പെടുത്താനും പറ്റില്ല, മനസ്സിലായില്ലേ. അപ്പം അങ്ങനെ ആ സ്റ്റാഫിൻ്റെ മുമ്പിൽ ഞാൻ പരിഹാസ്യനായി. എൻ്റെ മനസ്സ് വല്ലാതെ അങ്ങോട്ട് വേദനിച്ചു. ആ കുട്ടിയോട് പറയുന്നുണ്ടെങ്കിലും ആ കുട്ടിയെ ഇത് പറയാൻ വേണ്ടി വിളിപ്പിച്ച് വരുത്തിയത് ഞാനാണല്ലോ. ആ അടി മുഴുവനും എനിക്ക് കിട്ടിയൊരടിയായി മാറി. മനസ്സ് വേദനിച്ച് പുറകോട്ട് പോയി. ഒരു പക്ഷേ ഇത്തരം വേളകളിലാണ് നമുക്ക് കഥകൾ പറയാൻ തോന്നുന്നത്. നമ്മളെ മനസ്സിൽ നിന്ന് ഈ ഭാരം അങ്ങോട്ട് ഇറക്കി വെക്കലാണത്. നമ്മുടെ വിഷമങ്ങളെ ഏറ്റവും മനോഹരമായ കാവ്യങ്ങളും കഥകളുമാക്കി പരിവർത്തനം ചെയ്യലാണ്. മനുഷ്യന് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കരുത്, പ്രതിസന്ധികൾ ഉണ്ടാവാതിരിക്കരുത്. മനുഷ്യൻ്റെ ഭാവനകൾ, മനുഷ്യൻ്റെ ഇതുപോലുള്ള ആശയങ്ങൾ എല്ലാം ഉത്ഭവിക്കണമെങ്കിൽ മനുഷ്യന് മുമ്പിലേക്ക് പ്രശ്നങ്ങൾ വരണം. അങ്ങനെ ഒരുപക്ഷെ അതുകൊണ്ടുള്ള ഉദ്ദേശം ഇതുപോലുള്ളൊരു മെസ്സേജ് പാസ് ചെയ്യുക എന്നുള്ളതായിരിക്കും. ഇവിടെ വ്യക്തി വൈരാഗ്യങ്ങളല്ല കേട്ടോ, എവിടെയും വ്യക്തി വൈരാഗ്യങ്ങളില്ല. കാരണം അവരോട് ദേഷ്യം പിടിച്ചതും നല്ല ഉദ്ദേശത്തോടെയാണ്, ഞാനത് ചെയ്യുന്നതും നല്ല ഉദ്ദേശത്തോടെയാണ്, ആ കുട്ടി അപ്പിയർ ചെയ്യുന്നതും നല്ല ഉദ്ദേശത്തോടെയാണ്. ഇവിടെ പങ്കാളികളാവുന്ന ഓരോരുത്തരുടെയും ഉദ്ദേശങ്ങൾ വ്യത്യാസമാകുമ്പം അവിടെ ചില കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും, പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. സാമൂഹികമായി പ്രശ്നങ്ങൾ ഉണ്ടാവണം, സാമൂഹികമായിട്ട് പരിഹസിക്കപ്പെടണം. കഴിഞ്ഞ ദിവസം തന്നെ കേരള സ്റ്റോറി 2 കുറിച്ച് പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ ആ കേരള സ്റ്റോറി എന്നതിനേക്കാൾ ഉപരി അത് മുസ്ലിം സ്റ്റോറി 2 എന്ന് പറഞ്ഞിട്ടായിരുന്നു, എന്നാൽ ഇത്ര പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. കാരണം ഒരു
കേരള എന്ന് പറയുമ്പോൾ അവിടെ ഒരു കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തെക്കുറിച്ച് പറയുമ്പം അവിടെ ഒരുപാട് പേരെ വേദനിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. മുസ്ലിം എന്ന് പറയുമ്പം കുഴപ്പമില്ല, അവർ ഓൾറെഡി ശത്രുപക്ഷത്ത് നിർത്തുന്ന ആൾക്കാരാണല്ലോ, അപ്പം അത് വലിയ പ്രശ്നം ഉണ്ടാവില്ല, വിമർശിക്കുകയും ചെയ്യപ്പെടില്ല എന്നുള്ളതുകൊണ്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അപ്പോൾ വേറെ ആളിനോട് പറഞ്ഞു ഒരിക്കലും അങ്ങനെ പറയരുത്, മുസ്ലിമാണെന്ന് വെച്ചാൽ അങ്ങനെ പറയാൻ പാടുള്ളൂ. ഞാൻ പറഞ്ഞു മുസ്ലിം എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല, മുസ്ലിമിനെ വിമർശിക്കപ്പെടാനും കുറ്റപ്പെടുത്തപ്പെടാനും അതിനെ പരിഹസിക്കപ്പെടാനും ഉണ്ടാവും എന്നുള്ളത് അതിൽ പ്രഡിക്റ്റ് ചെയ്ത കാര്യമാണ്, അതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അതാണ് ഓരോ ഇവൻറ്റിലും ഒരിതുണ്ടാവും, എല്ലാത്തിലും ഒരു കാര്യമുണ്ട്. ഞാൻ ഈ കാര്യങ്ങൾ പറയാമെന്ന് പറയുമ്പോൾ അത് ഈ വേദനകളിൽ നിന്ന്, കാരണം ഈ കേരള സ്റ്റോറിയെക്കുറിച്ചുള്ള ഈ പ്രശ്നങ്ങൾ വന്നപ്പം വളരെ ഹാസ്യാത്മകവും പരിഹാസ്യാത്മകവുമായ രീതിയിൽ ഒരുപാട് ഭാവനകൾ വരാൻ ഒരുപാട് മലയാളികൾക്ക് അത് സാധ്യമായി എന്നുള്ളതാണ്. അതാണ് അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ഞാനും ഒരുപാട് AI വെച്ച് ഒരുപാട് കണ്ടൻസൊക്കെ ക്രിയേറ്റ് ചെയ്തു. നമ്മളെ ജീവിതത്തിൽ എന്ത് പ്രശ്നമുണ്ടോ പ്രതിസന്ധി ഉണ്ടോ അതിൽ നമുക്ക് സമൂഹത്തിന് സമ്മാനിക്കാനുള്ള എന്തോ ഒരു ഇതുണ്ടാവും, എന്തോ ഒരു മെസ്സേജ് അല്ലെങ്കിൽ നമുക്ക് സൃഷ്ടിക്കാനുള്ള ഒരു കലാസൃഷ്ടി അതിലുണ്ടാവും. അത് കണ്ടെത്തി മുന്നോട്ട് പോവുക. ഇന്ന് എനിക്ക് വീണ്ടും വ്ളോഗ് ചെയ്യാനുള്ള പ്രചോദനം ലഭിച്ചത്, ഈ പ്രചോദനം ലഭിക്കുക എന്നുള്ളതായിരിക്കാം ഒരുപക്ഷെ ആ ജൂനിയർ ട്രെയിനിയെ വിളിച്ചു വരുത്തി ഇങ്ങനെ ഒരു അഭിപ്രായം ചോദിക്കണം എന്ന് ഞാൻ തീരുമാനിച്ചത്. ഒരുപക്ഷെ അഭിപ്രായം പോസ്റ്റ് ചെയ്യലായിരിക്കില്ല അതിൻ്റെ ഉദ്ദേശം, ഇതുപോലെ ഒരു കാര്യം, ഒരു സ്റ്റോറി കണ്ടെത്തലായിരിക്കാം. നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു പ്രശ്നത്തെയും ഒന്ന് മറിച്ചിടുക, നാം അനുഭവിക്കുന്ന ഓരോ വേദനയും മറിച്ചിടുക, അതെന്ത് സ്റ്റോറിയാണ് നമുക്ക് സമ്മാനിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ ജീവിതം അടിപൊളിയാവും. ഇപ്പം ഈ സ്റ്റോറി ഇവിടെ പങ്കുവെക്കുമ്പം എൻ്റെ മനസ്സിലുണ്ടായ വേദന 10:10 ഇൻറ്റൻസിറ്റിയിൽ നിന്നൊരു 10:5 എത്തിയിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഫോളോ അപ്പ് എന്നുള്ള രീതിയിൽ വേറെയും പല കാര്യങ്ങളും വ്ളോഗിങ്, അസ്തമിച്ച വ്ളോഗിങ് പുനർജീവിപ്പിച്ചുകൊണ്ടും മറ്റുമായിട്ട് എന്താക്കും, അതിനെ 0 മാറുമെന്ന് മാത്രമല്ല അതിൽ നിന്ന് കിട്ടുന്ന പ്രചോദനം 10/10 നീക്കാൻ നമുക്ക് സാധ്യമാവുന്നുള്ളതാണ്. പ്രശ്നങ്ങളിൽ നിന്ന് ഓടിയാക്കലല്ല വേണ്ടത്, പ്രശ്നങ്ങളെ മറിച്ചിടുക, അതിൻ്റെ സ്റ്റോറി എന്താണെന്ന് കണ്ടെത്തുക, അതിൻ്റെ മെസ്സേജ് ലോകത്തോട് ഷെയർ ചെയ്യുക. ബൈ.